ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് പരിചയപ്പെടുന്നത്, ഉള്ളിവട. എന്നാൽ നമുക്ക് നോക്കിയാലോ? വായോ. നമുക്കിതിനാവശ്യമായിട്ട് നല്ല 3 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ കുഴയ്ക്കണം. നല്ല ജലാംശം ഇറങ്ങുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കണം, കുറച്ച് മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കളറും കിട്ടും. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മളപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കുന്നില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് ജലാംശം കിട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവും കൂടി ചേർക്കാം. കടലമാവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. കട്ടയൊന്നും ഉണ്ടാവരുത്. കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഒരു 2-3 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. പിന്നെ അടുപ്പത്ത് നമ്മൾ പാൻ വെച്ച് എണ്ണയൊഴിച്ച് ഈ മാവ് നന്നായിട്ട് ഒരു കുഞ്ഞു ഉരുളകളാക്കി പരത്തിയെടുക്കണം. കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുത്ത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പകുതി വേവായി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതായിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി വരുന്നതും കൂടി നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി പരത്തി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതും ഇട്ടിട്ടുണ്ട്. ഓക്കെ, 3 നമ്മളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഏകദേശം ആയിട്ടിട്ടുണ്ട്. നമുക്കതും പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ ഈസി ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.